മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ചതിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. ആശുപത്രിയിൽ പോകാതിരിക്കാൻ ഭർത്താവ് പ്രേരിപ്പിച്ചിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. ആംബുലൻസ് വിളിച്ചത് വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് എന്ന് ഡ്രൈവർ അനിൽ പറഞ്ഞു. 5-ാം തീയതി വൈകുന്നേരം 6 മണിയോടെയാണ് യുവതി വീട്ടിൽ പ്രസവിച്ചത്. 9 മണിയോടെ രക്തം വാർന്ന മരണം. പുലർച്ചെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് മാറ്റി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഭർത്താവിനെതിരെ ചുമത്തിയത്. ആശുപത്രിയിൽ പോകാതിരിക്കാൻ സിറാജുദ്ദീൻ പ്രേരിപ്പിച്ചെന്നും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ അതിൽ 1-ാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വ്യക്തി കുറച്ച് അധികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അയാൾ അത്തരത്തിലുള്ള റീസൺസാണ് അതിന് പ്രൈമറിലി പറയും. മരണപ്പെട്ട ലേഡി അവരുടെ ഫാമിലിയുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരിതിന് സപ്പോർട്ടിംഗ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഹസ്ബൻഡിൻ്റെ പ്രേരണ ഇതിനകത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രസവത്തിനും മൃതദേഹം കൊണ്ടുപോകുന്നതിനും സഹായം നൽകിയവരെയും കസ്റ്റഡിയിലെടുക്കും. ആംബുലൻസ് ഡ്രൈവറെ തെറ്റിദ്ധരിപ്പിച്ചാണ് മൃതദേഹം കൊണ്ടുപോയിരുന്നത്. വയോധികയുടേതാണ് മൃതദേഹമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. ഏകദേശം 2 മണി ആ ടൈമിലാണ് നമുക്ക് കോള് വരുന്നത്. നമ്മളോട് പറഞ്ഞത് എറണാകുളം ഭാഗത്തേക്ക് ഒരു ബോഡി കൊണ്ടുവന്ന ഭാഗത്താണ് കോള് വന്നത്. നമ്മൾ വിളിച്ചു ചോദിച്ചു എന്ത് പറ്റിയതാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്ലാൻ ചെന്ന സ്ത്രീയാണ്, ശ്വാസമുട്ട് പറ്റി മരിച്ചതാണ് എന്ന് പറഞ്ഞു. ഏകദേശം 3 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 3-4 സ്ത്രീകളും 3-4 ആണുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചെന്ന് കാണുമ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ടിൻ്റെ മേളിൽ ബോഡി കിടത്തിയിട്ട് തുണിയും കൊണ്ട് പൊതിഞ്ഞ് പായും കൊണ്ട് പൊതിഞ്ഞായിരുന്നു ബോഡി കിടക്കുന്നത് കണ്ട്. ഞങ്ങൾ നേരെ ബോഡി എടുത്ത് വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഈ അയച്ചാളുടെ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ കാറിനാണ് വന്നത്. വീട്ടിൽ പ്രസവം നടത്താൻ പ്രചാരണം നടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.